ഇതുണ്ടല്ലോ എനിക്ക് മാത്രം അനുഭവിക്കാൻ പറ്റുന്നൊരു സുഖം. ഇങ്ങനെ പറഞ്ഞു കഴിയുമ്പോൾ ഒരു സുഖം കിട്ടണല്ലേ, ഒരു പ്രത്യേക സുഖം. അത് ഉള്ളിൽ കുറേ കാലമായിട്ട് ഈ ബ്രഹ്മജ്ഞാനമൊക്കെ കിട്ടണമെന്ന് കുറേ ഫ്രസ്ട്രേഷൻ ഉണ്ടായിരുന്നു. അതിങ്ങനെ കിട്ടിക്കഴിഞ്ഞ് കഴിയുമ്പോൾ പല രൂപത്തിൽ പലതരത്തിൽ ഇങ്ങനെ എണ്ണയൊക്കെ ഇട്ട് നല്ല സന്തോഷമായിട്ട് ഇങ്ങനെ ജനങ്ങളുടെ മുന്നിൽ പറയാം. ഞാനിപ്പോൾ ഇതിൽ മാത്രം ആസ്വദിക്കണത്. കുടുംബജീവിതത്തിൻ്റെ മഹത്വവും ഗുണവും ദൂഷ്യവും എല്ലാം നമുക്ക് മനസ്സിലാവും, സ്വയം അനുഭവിക്കണം. അതിന് വേണ്ട ബേസ് എന്ന് പറഞ്ഞ് ശവക്കറി ഉപേക്ഷിക്കലാണ്. ഈ ത്രിദോഷങ്ങൾ ബാലൻസ് ആയാൽ തന്നെ നമ്മുടെ സകല അസുഖങ്ങളും മാറി. അപ്പോൾ ഗതി മാറിയാലോ? ഇതിപ്പോൾ എലൺ മസ്ക് ഇവിടെ പോകാൻ വേണ്ടിയിട്ട് റോക്കറ്റ് ഉണ്ടാക്കിയില്ലേ? പുള്ളിയുടെ കയ്യിൽ പൈസയുണ്ട്, പുള്ളിക്ക് അതിനുള്ള ആളും സൗകര്യം ഉണ്ടായിരുന്നുകൊണ്ടാണ്. എൻ്റെ ഇതിന് പൈസ വേണ്ട, ഞാൻ തന്നെ കണ്ടുപിടിച്ചാണ് SMS മെഡിറ്റേഷൻ. എൻ്റെ ഭാര്യ നല്ലതായതുകൊണ്ടാണ് ഞാനിങ്ങനെ ഇരിക്കുന്നത്. എൻ്റെ മകളും ഫ്രീ അല്ലേ, അവളും നല്ലതായതുകൊണ്ടാണ് എനിക്കിങ്ങനെ ഇരിക്കാൻ പറ്റുന്നത്. അപ്പോൾ ഓരോ കുടുംബത്തിലെ ഓരോ സ്ത്രീയും ഇത് വിചാരിച്ചാൽ ഒരു പുരുഷനും പിന്നെ ചീത്തയാവാനുള്ള സ്കോപ്പില്ല. ഇതുണ്ടല്ലോ എനിക്ക് മാത്രം അനുഭവിക്കാൻ പറ്റുന്നൊരു സുഖം. ഇങ്ങനെ പറഞ്ഞു കഴിയുമ്പോൾ ഒരു സുഖം കിട്ടണല്ലേ, ഒരു പ്രത്യേക സുഖം. അത് ഉള്ളിൽ കുറേ കാലമായിട്ട് ഈ ബ്രഹ്മജ്ഞാനമൊക്കെ കിട്ടണമെന്ന് കുറേ ഫ്രസ്ട്രേഷൻ ഉണ്ടായിരുന്നു. അതിങ്ങനെ കിട്ടിക്കഴിഞ്ഞ് കഴിയുമ്പോൾ പല രൂപത്തിൽ പലതരത്തിൽ ഇങ്ങനെ എണ്ണയൊക്കെ ഇട്ട് നല്ല സന്തോഷമായിട്ട് ഇങ്ങനെ ജനങ്ങളുടെ മുന്നിൽ പറയാം. ഞാനിപ്പോൾ ഇതിൽ മാത്രം ആസ്വദിക്കണത്. നമസ്കാരം. ഞാൻ മറ്റൊരു മതത്തിൽ ജനിച്ച ആളാണ്. പറയണോണ്ടൊന്നും വിചാരിക്കരുത്. ഞാൻ ജനിച്ച് ഇന്ന് വരെ നോൺ വെജ് കഴിച്ചിട്ടില്ല. നോൺ വെജ് കഴിക്കാത്തതുകൊണ്ട് നമ്മളിപ്പോൾ ഇന്നിപ്പോൾ പോരുമ്പോൾ നടന്ന സംഭവമാണ്. ഞാൻ ബസ്സിലെ കണ്ടക്ടറിനോട് പറഞ്ഞ് നിങ്ങൾക്ക് വയറിന് കംപ്ലൈൻറ്റ് ഉണ്ട് പറഞ്ഞു. അപ്പം ഓരിനോട് ചോദിച്ചു ഇതെങ്ങനെ എനിക്ക് കിട്ടിയെന്ന്. എൻ്റെ തൊട്ടടുത്ത് നിന്ന് ഇവരോട് ഞാനിപ്പോൾ വന്നപ്പോൾ ഫസ്റ്റ് ചോദിച്ച് നിങ്ങൾക്ക് ഷുഗർ ഉണ്ട്. അപ്പോൾ ഒരു ചോദിച്ച് ഇതെങ്ങനെ എനിക്ക് കിട്ടിയെന്ന്. കുറച്ച് മലപ്പുറം ടച്ച് ഉണ്ടാവും കേട്ടോ, അതുകൊണ്ട് പ്രശ്നമായിട്ട് അങ്ങനെ ചോദിച്ച്. അപ്പോൾ ഈ സ്പിരിച്വലിൻ്റെ പവറാണ്. കാരണം നോൺ വെജ് കഴിക്കാതെ നിന്നാൽ എന്തൊക്കെ എവിടെ നമുക്ക് കിട്ടുമെന്നുള്ള കറക്റ്റ് അനുഭവിച്ചറിഞ്ഞ വ്യക്തിയാണ് ഞാൻ. കാരണം ഇതിൻ്റെ സ്മെല്ലടിക്കുമ്പോഴത്തേന് നമ്മുടെ ബോഡിയിൽ പെയിൻ വരും. പെയിൻ വന്നാൽ നമ്മൾ വിട്ടു നിൽക്കും, എവിടെ നിന്നാണെങ്കിലും നമ്മൾ വിട്ടു നിൽക്കും. അതോടെ അത് ക്ലിയർ ആവും. അങ്ങനെ തുടർന്ന് പോന്നിട്ടാണ് ഞാൻ ഈ വഴിയിലേക്ക് വന്നത്. ഇവിടെ ചോദ്യം ഒന്ന് വ്യക്തമാക്കിയ സന്തോഷമായിരുന്നു. ഒരു ഉത്തരം പറഞ്ഞു, സന്തോഷമുണ്ട്. സ്പിരിച്വാലിറ്റിയുടെ ഗുണം പറഞ്ഞു. പക്ഷെ അതിനകത്തൊരു ചോദ്യമുണ്ടെങ്കിൽ അത് പറഞ്ഞാൽ എനിക്ക് സന്തോഷം. അല്ല, ആ ചോദ്യത്തിന്റെ ഉത്തരം മുമ്പ് പറഞ്ഞു പോയി, പറയാനുള്ള ഓപ്ഷൻ ഇല്ല. ഓക്കെ, സന്തോഷം പങ്കുവെച്ചോ, നല്ല കാര്യം. പറഞ്ഞു അങ്ങേക്ക് വേണ്ടിയിട്ടൊരു കാര്യം പറഞ്ഞുതരാം. ഇപ്പോൾ നിങ്ങൾ വേറൊരാളുടെ അസുഖം ഉണ്ടെന്ന് പറഞ്ഞു, അസുഖം മാറ്റാനുള്ള വിദ്യയും കൊടുത്തിട്ട് നിങ്ങൾ പൈസ മേടിച്ചു എന്നിരിക്കട്ടെ. നിങ്ങൾക്ക് കർമ്മഫലം ഉണ്ടാവില്ല. അല്ല എന്നുണ്ടെങ്കിൽ തിരിച്ചിങ്ങോട്ട് വരും. പണി ചെയ്തോ പൈസ മേടിച്ചോ, ഞാൻ ആത്മാർത്ഥമായിട്ട് പറയാം. എന്താ കാര്യം എന്നറിയോ? വൈകാരികമായിട്ടൊരു കണക്ഷൻ അവിടെ ഉണ്ടാവില്ല. എൻ്റെ അടുത്ത് മെഡിറ്റേഷൻ ചെയ്യുന്ന ആദ്യ ഘട്ടങ്ങളിൽ ഞാൻ മുഴുവൻ ഫ്രീ ആയിരുന്നു. ഒരു 40-44,000 കുടുംബത്തെ ഞാൻ പഠിപ്പിച്ചു വിട്ടു. അതിനകത്ത് 25,000 ഫാമിലിക്ക് മുഴുവൻ ഫ്രീ ആയിരുന്നു. ഒരു ഗുണമില്ല ഫ്രീ കൊടുക്കുന്നുണ്ട്. അവർക്കും ഗുണമില്ല, നമുക്കും ഗുണമില്ല. അതിനൊരു തെളിവുണ്ട്. ഞാനൊരാളെ അസുഖം മാറ്റി കൊടുത്ത്, ഞാനല്ല, ദൈവങ്ങൾ കിട്ടോ, നമ്മളല്ല, ആ അസുഖം മാറ്റി കൊടുത്ത് 2 ദിവസം ഞാൻ കിടപ്പിലായി. ആ കർമ്മദുരിതം അപ്പം തന്നെ എനിക്ക് കിട്ടി. ഞാൻ ശ്രീനിവാസൻ സാറിനോട് പറഞ്ഞ കാര്യങ്ങളൊക്കെ അവർക്കറിയാം. ഗുരുജി പറഞ്ഞോളൂ. ഗുരുജി ശിവലിംഗത്തിനെ പറ്റി പറഞ്ഞു. അപ്പം എൻ്റെ ഒരു സംശയം, ഈ പ്രപഞ്ചത്തിൽ 5% മാത്രമേ നമുക്ക് കാണാൻ പറ്റുള്ളൂ എന്നാണ് ഈ സയൻസും കാര്യങ്ങളൊക്കെ പറയുന്നത്. 95% നമുക്ക് കാണാൻ പറ്റില്ല. അത് ഡാർക്ക് എനർജി ആൻഡ് ഡാർക്ക് മാറ്ററാണ്. അപ്പോൾ ഈ ശിവം എന്ന് പറയുന്ന സാധനം എന്ന് പറയും, ഞാൻ മനസ്സിലാക്കുന്നത് ചിലപ്പോൾ തെറ്റായിരിക്കും, ഒരു എനർജി അല്ലേ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. ആ എനർജി മുഴുവനും അല്ലേ ഈ സൃഷ്ടി സ്ഥിതി സംഹാരത്തിലെല്ലാം പ്രപഞ്ചം മുഴുവനും വ്യാപിച്ചു നിൽക്കുന്നത്. അതാണ് ശിവൻ, അതാ ജ്ഞാനമാണ് ശിവൻ. ഇവിടെ ഒരു കൺഫ്യൂഷൻ വന്നു. ഞാൻ ശിവമാവണമെന്നുണ്ടെങ്കിൽ ഞാൻ എന്ന് പറയുന്ന ആ ഒരു സത്യത്തെ തിരിച്ചറിയണം. ഇപ്പം ഞാൻ ശിവമാണ് എന്ന് ഞാനിവിടെ ഇരുന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് പോലും അംഗീകരിക്കാൻ പറ്റില്ല. ആ പുള്ളി ചുമ്മാ മനുഷ്യവായിട്ട് നടക്കുകയെന്ന് പറയും. അപ്പം നല്ലതെന്താ? ഞാൻ സാധാരണ മനുഷ്യനാണെന്ന് പറയണത് നല്ലത് അല്ലേ?
ഞാൻ എന്താണെന്ന് എത്രമാത്രം പറഞ്ഞാലും നിങ്ങൾക്ക് ബോധ്യപ്പെടില്ല. ഇപ്പം ഞാൻ കുടിക്കുന്ന വെള്ളത്തിൻ്റെ രുചി എന്താണെന്ന് നിങ്ങൾക്ക് പറയാമോ? പറ്റില്ല. ഞാൻ എത്ര രുചി ഇവിടെ ഇരുന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അതൊട്ട് മനസ്സിലാവില്ല. മധുരമുണ്ട്, മധുരമുണ്ട്, മനസ്സിലായി. പുളിയുണ്ട്, പുളിയുണ്ട്. അതിനകത്തൊരു ചവർപ്പ് കൂടിയുണ്ട്, ചവർപ്പുണ്ട്. അപ്പോൾ എന്ത് വെള്ളമായിരിക്കുമോ? അതിനൊരു മഞ്ഞ മഞ്ഞ, അപ്പോൾ പിന്നെ മിക്കവാറും മഞ്ഞ ഓറഞ്ച് വെള്ളമായിരിക്കും. നമ്മളിങ്ങനെ ചിന്തിച്ചു പോകാനേ പറ്റുള്ളൂ. നിങ്ങൾ എന്ന് അനുഭവിക്കുന്നോ അന്ന് നിങ്ങൾക്ക് ബോധ്യമുണ്ടാവും നിങ്ങൾ ശിവമാണ്. നിങ്ങൾ ബോധ്യപ്പെടാത്തിടത്തോളം കാലം നമ്മൾ ഈ പ്രപഞ്ചത്തെ അംഗീകരിക്കണം നല്ലത്. നിങ്ങളിരിക്കുന്ന കസേരയുടെ അടിയിലും അതേ എനർജി ഉണ്ട്, മുകളിലുണ്ട്, നിങ്ങളുടെ ഉള്ളിലുണ്ട്, നിങ്ങളുടെ പുറത്തുമുണ്ട്. ഈ കാണുന്ന സകലത്തിലും അതേ എനർജി ഉണ്ട്. പക്ഷേ എനർജിയെ നമുക്ക് കാണാൻ പറ്റില്ല, അനുഭവിക്കാൻ പറ്റും. നമ്മളെ തന്നെ ഒരു പ്രാവശ്യം അനുഭവിച്ചാൽ ഇത് തന്നെയാണ് എല്ലാം നമുക്ക് മനസ്സിലാവും. സിമ്പിൾ എക്സാമ്പിൾ പറഞ്ഞുതരാം. വിവാഹിതനാണോ? ഒരു വിവാഹം കൊണ്ട് സംതൃപ്തനായില്ലേ? ഇനിയും ചെയ്യണോ? ഇനിയും കല്യാണം കഴിക്കണമെന്നുണ്ടോ? അത് തന്നെ, ഒറ്റ കല്യാണം കൊണ്ട് മനസ്സിലായി. ഇനി കല്യാണം എന്താണെന്ന് മനസ്സിലായില്ലേ? വിവാഹ ജീവിതം, ദാമ്പത്യ ജീവിതം എന്താണെന്ന് പിടികിട്ടി. ഇത് ഇത്രയേ ഉള്ളൂ. നമുക്ക് ഒരു പ്രാവശ്യം അനുഭവിച്ചാൽ അതെന്താണെന്ന് മനസ്സിലായി. പിന്നെ നമുക്ക് ഓരോരുത്തരെയും കല്യാണം കഴിച്ചിട്ട് ദാമ്പത്യ ജീവിതം അറിയേണ്ട കാര്യമില്ല. അപ്പം നമ്മളെപ്പോലെ ഇരിക്കുന്ന എല്ലാ ഗൃഹസ്ഥരെയും കാണുമ്പോൾ മനസ്സിലാവും ഇവരൊക്കെ അതേ കുടുംബജീവിതമാണെന്നുള്ളത്. കുടുംബജീവിതത്തിൻ്റെ മഹത്വവും ഗുണവും ദൂഷ്യവും എല്ലാം നമുക്ക് മനസ്സിലാവും. സ്വയം അനുഭവിക്കണം. അതിന് വേണ്ട ബേസ് എന്ന് പറഞ്ഞ് ശവക്കറി ഉപേക്ഷിക്കലാണ്. അദ്ദേഹം ഏത് മതസ്ഥനും ആവട്ടെ, അത് മതമല്ല ഞാനിവിടെ പറഞ്ഞത്, അതൊരു മനുഷ്യനാണ്. കാരണം മതത്തിലല്ല പ്രാധാന്യം. മതവും പിന്നെ വേറൊരു സാധനം എത്ര കഴിവിയാലും വൃത്തിയാവില്ലാത്തതാണ്, ഒരു ഗുണമില്ല. അത് പറഞ്ഞിട്ടും കാര്യമില്ല. പക്ഷെ മനുഷ്യനാണെന്നുണ്ടെങ്കിൽ അവൻ്റെ ഉള്ളിലേക്ക് എന്തെങ്കിലും കയറും പറഞ്ഞാൽ അവൻ എന്തെങ്കിലും മനസ്സിലാവും, അവൻ ആത്മീയത ഉണ്ടാവും. ഇപ്പം ഏത് മതസ്ഥനാണ് എന്നുള്ളതല്ല പ്രാധാന്യം. ആ വ്യക്തി പറഞ്ഞു ഞാൻ ശവക്കറി കഴിക്കലില്ല, വെജിറ്റേറിയൻ ആണെന്ന്. വെജിറ്റേറിയൻ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കണു എന്ന് കഴിക്കണോ നല്ലവനാവണമെന്ന് നിർബന്ധമില്ല. എന്നാൽ വെജിറ്റേറിയൻ കഴിക്കുന്ന മുഴുവൻ ബ്രഹ്മജ്ഞാനികളും വേറെ എന്തെങ്കിലും ആവണ്ടേ? ഒരു നിർബന്ധമില്ല. പക്ഷേ ഇത് എല്ലാം ഒത്തിണങ്ങി വരാൻ വലിയ ബുദ്ധിമുട്ടാണ്. ഈ പറയുന്ന ത്രിവിധ എന്ന് പറഞ്ഞാൽ എന്താ ഞാൻ പറഞ്ഞത്? ഗുണം, ഗതി. നമ്മൾ കേട്ടിട്ടുണ്ട് ത്രിദോഷം എന്ന്, ഇല്ലേ? ഈ ത്രിദോഷങ്ങൾ ബാലൻസ് ആയാൽ തന്നെ നമ്മുടെ സകല അസുഖങ്ങളും മാറി. അപ്പോൾ ഗതി മാറിയാലോ? അപ്പോൾ ഗുണോ? അപ്പോൾ ഇതിങ്ങനെ കെടുക്കുക ഓരോന്ന് പറഞ്ഞാൽ തീരാത്ത അത്രയും ആത്മീയതയിൽ പേരുകളുണ്ട്, വർണ്ണങ്ങളുണ്ട്. ഇതൊക്കെ ക്ലീനായി വന്നാൽ മാത്രമേ ഒരാൾ ആ പരമതലത്തിലേക്ക് എത്തുള്ളൂ. ആ തലത്തിലേക്ക് എത്തുക എന്ന് പറയുന്നത് വളരെ നീണ്ട കാലത്തെ ഒരു പ്രാക്ടീസ് തന്നെയാണ്. അത് ക്ഷണനേരം കൊണ്ട് അവിടെ എത്താനുള്ള മാർഗം കണ്ടുപിടിച്ചു. ഇപ്പോൾ എലൺ മസ്ക് ഇവിടെ പോകാൻ വേണ്ടിയിട്ട് റോക്കറ്റ് ഉണ്ടാക്കിയില്ലേ? പുള്ളിയുടെ കയ്യിൽ പൈസയുണ്ട്, പുള്ളിക്ക് അതിനുള്ള ആളും സൗകര്യം ഉണ്ടായിരുന്നുകൊണ്ടാണ്. എൻ്റെ ഇതിന് പൈസ വേണ്ട, ഞാൻ തന്നെ കണ്ടുപിടിച്ചാണ് SMS മെഡിറ്റേഷൻ. വേറെ ഒരു സ്ഥലത്തും എഴുതി വെച്ചിട്ടില്ല. ഇത്രയും ആളുകൾ ഇരിക്കുക, എനിക്ക് പറയാൻ പറ്റുമോ SMS മെഡിറ്റേഷൻ ഞാൻ തന്നെ ഉണ്ടാക്കിയാന്ന്? രാമായണം ഞാൻ എഴുതിയാന്ന് പറഞ്ഞാൽ നിങ്ങൾ ആരെയും സമ്മതിക്കുമോ? സമ്മതിക്കില്ലല്ലോ. അന്ന് എന്ത് നിങ്ങൾ SMS മെഡിറ്റേഷൻ ഞാൻ കണ്ടുപിടിച്ചാൽ വേണ്ടില്ല എന്ന് പറയാത്ത? കുറേ കാലമായിട്ട് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുക ഇത് ഞാനാ കണ്ടുപിടിച്ചതെന്ന്. ഒരാളും ഇതുവരെ വന്നിട്ടില്ല ഞാൻ ഇതിനു മുമ്പ് കണ്ടുപിടിച്ചു എന്ന് പറഞ്ഞു. ഗുരുജി ഒരു കാര്യം ചെയ്യുന്നത്, SMS മെഡിറ്റേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ട്രാൻസെൻഡൽ മെഡിറ്റേഷൻ മഹർഷി മഹേശ്വരിയുടെ ഋഷികേശിലുള്ളതാണ്. ഓക്കെ. അതിൻ്റെ ഉപജ്ഞാതാവും ആചാര്യനും ഗുരു ഒക്കെ ഞാൻ തന്നെയാണ്. ഇതെന്താ കാര്യം എന്നറിയോ? വളരെ കൊച്ചായിരിക്കുമ്പോൾ പോലെ എനിക്ക് കണ്ടുപിടിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. എന്തെങ്കിലും കണ്ടുപിടിക്കണം എന്ന് ഓർത്ത് നടക്കായിരുന്നു. അപ്പൊ ഞാൻ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഓരോന്നും ഇത് അവർ കണ്ടുപിടിച്ചു, ഇത് ഇവർ കണ്ടുപിടിച്ചു. ഞാൻ അവസാനം ആലോചിക്കായിരുന്നു എനിക്ക് കണ്ടുപിടിക്കാൻ ഇനി ഒന്നുമില്ലോന്നും. ഇപ്പൊ എൻ്റെ മോനും അത് തന്നെയാ പറഞ്ഞത്. എല്ലാവരും എല്ലാം കണ്ടുപിടിച്ചു, ഇനി ഞാൻ എന്നാ വെച്ചാൽ കണ്ടുപിടിക്കണേന്ന് ചോദിക്കും. എൻ്റെ മകനും അങ്ങനെയായിരുന്നു. എനിക്ക് 3 മക്കളായിരുന്നു. ഞാൻ ദൈവത്തോട് വളരെ അടുത്ത് നല്ലൊരു സന്തോഷകരമായ കുടുംബമായിരുന്നു എൻ്റെ. അപ്പോൾ ദൈവത്തോട് എന്നും ഞാൻ നന്ദി പറഞ്ഞുകൊണ്ടിരുന്നു. അപ്പോൾ ദൈവം ആകെ സ്ട്രഗിൾഡായിരുന്നു. കാരണം എനിക്ക് എന്തൊക്കെയോ അനുഭവങ്ങൾ തരാൻ, റോങ് ആയിട്ട് തരാൻ അദ്ദേഹം ഉദ്ദേശിച്ചിരുന്നു. അപ്പോൾ എന്നെ കുറച്ച് പാകപ്പെടുത്തി എടുത്തു. അതിനാദ്യമായിട്ട് എൻ്റെ വൈഫിന് ക്യാൻസർ വന്നു ബ്രസ്റ്റിൽ. അത് റിമൂവ് ചെയ്തു. ഇരുന്നപ്പോൾ ഇളയ മോക്ക് വീണ്ടും, പിന്നെ മോനും പോയി, മോളും പോയി. അപ്പോൾ ആദ്യം വൈഫിന് നിന്നപ്പോൾ ദൈവം ഓർത്ത് ഞാൻ പുള്ളിൽ നിന്ന് അകന്നു പോകുന്ന ഓർത്തത്. അത് കഴിഞ്ഞപ്പോൾ ഞാൻ അകന്നില്ല, കുറച്ചുകൂടെ അടുത്തു. അത് കഴിഞ്ഞപ്പോൾ മകൾക്ക് വന്നു, ഇളയ മോക്ക്. അവളിത് പെറ്റായിരുന്നു. ആ
അവർക്ക് വന്നപ്പോഴത്തെ ദൈവം ഓർത്തു ഇതിലവൻ പെട്ടു, ഇവൻ എന്നിൽ നിന്ന് പോകുന്നോർത്തു. വിട്ടില്ലേ, വീണ്ടും പിടിച്ചു. അപ്പം മകന് വന്നു, മകനും മരിച്ചു. അപ്പൊ ദൈവം ഓർത്തു ഇവൻ എന്നെ ഇതോടുകൂടി വിടുന്നു. അപ്പൊ ഞാൻ പറഞ്ഞെന്നറിയോ, ആ എനിക്ക് നീ മാത്രം ഉള്ളടാ വട്ടം പിടിച്ചേ. ദുഃഖത്തിലും സന്തോഷം കണ്ടെത്തുക. ഇനി ആർക്കെങ്കിലും ചോദ്യങ്ങൾ? ഇനി മറ്റവരെയൊക്കെ ഒന്ന് വിളിക്കും, ഞാൻ അവരുടെ പ്രഭാഷണം. സമയമായി, അതുകൊണ്ടാ. അതെയോ? ഞാനൊരു ചോദ്യം ചോദിച്ചോളൂ പ്ലീസ്. ഈ അങ്ങ് പറഞ്ഞു അങ്ങയുടെ ഫ്ലൈറ്റിൽ കയറണമെങ്കിൽ അങ്ങ് കുറെ നിബന്ധനകൾ വെച്ചിട്ടുണ്ട് എന്നുള്ളത്. ഈ ഫ്ലൈറ്റ് ഒന്ന് കാണിച്ചു കൊടുത്തിട്ട് ഇതാണ് എന്റെ ഫ്ലൈറ്റ്, ഇതിലേക്ക് കയറണമെങ്കിൽ ഇന്നതൊക്കെ ചെയ്തിട്ട് വാ എന്ന് പറയുന്നതല്ലേ അതിന്റെ ഒരു ശരി എന്നൊരു ചോദ്യം ഞാനത് ഒരിക്കൽ ചോദിച്ചതാ. SMS മെഡിറ്റേഷന് ജോയിൻ ചെയ്യാൻ വരുന്നതിന് മുമ്പ് നോൺ വെജ് കഴിക്കാൻ പാടില്ല, ഇന്ന കാര്യങ്ങളുണ്ട്, കുടുംബത്തോട് വരണം എന്നൊക്കെ അങ്ങ് പറയാറുണ്ട്. അപ്പോൾ ഒരാൾ താല്പര്യപ്പെട്ട് വരുമ്പോൾ അങ്ങയുടെ ക്ലാസ് കേട്ടിട്ട് അദ്ദേഹം ആ തീരുമാനമെടുത്തിലേക്ക് വരുന്നതല്ലേ അതിന്റെ ഒരു നല്ല കാര്യം, അതിന്റെ ഒരു നല്ല വശം എന്ന് എന്റെ സംശയമാണ്. അങ്ങനെയല്ലേ ഞാൻ ചെയ്യാറുള്ളൂ. അല്ല, അങ്ങ് പറഞ്ഞു ഇത് ചെയ്യണമെങ്കിൽ തുടക്കം മുതൽ ഇന്ന് അങ്ങ് പറഞ്ഞൊരു വാചകം ഇന്ന് നിർത്തണം എന്നാണ്. ഇതങ്ങനെയാണ്. നമ്മൾ നോക്ക്, നമ്മളൊരു തെറ്റ് ചെയ്തിട്ട് ശിക്ഷിക്കപ്പെട്ട് പിന്നെ നന്നാവണതും തെറ്റാണെന്ന് മനസ്സിലാക്കിയിട്ട് തെറ്റ് ചെയ്യാതിരിക്കണം തമ്മിലുള്ള ഒരു വ്യത്യാസം ഞാൻ പറഞ്ഞുതരാം. നമ്മൾ പൊതുവെ പറയാറുണ്ട് സ്ത്രീകളെ ബഹുമാനിക്കണം, ഇല്ലേ? ഒരു സ്ത്രീ നന്നായ സമൂഹം നന്നായി എന്നുള്ളതാണ് നമ്മുടെ ശാസ്ത്രം പഠിപ്പിക്കുന്നത്. അപ്പം അങ്ങനെ പറയുമ്പോൾ പുരുഷനൊരു ഡ്യൂട്ടി ഇല്ലേ എന്നൊരു ചോദ്യം വന്നു. എന്നെ പ്രസവിച്ച ഒരു അമ്മയല്ലേ, എൻ്റെ അമ്മ നല്ലതായതുകൊണ്ടാണ് ഞാനിങ്ങനെയായത്. എൻ്റെ ഭാര്യ സ്ത്രീയല്ലേ, എൻ്റെ ഭാര്യ നല്ലതായതുകൊണ്ടാണ് ഞാനിങ്ങനെ ഇരിക്കുന്നത്. എൻ്റെ മകളും സ്ത്രീയല്ലേ, അവളും നല്ലതായതുകൊണ്ടാണ് എനിക്കിങ്ങനെ ഇരിക്കാൻ പറ്റുന്നത്. അപ്പോൾ ഓരോ കുടുംബത്തിലെ ഓരോ സ്ത്രീയും ഇത് വിചാരിച്ചാൽ ഒരു പുരുഷനും പിന്നെ ചീത്തയാവാനുള്ള സ്കോപ്പില്ല. പറഞ്ഞു മനസ്സിലായോ? നമ്മൾ ആ നിമിഷമാണ് തീരുമാനിക്കേണ്ടത് ഞാൻ നന്നാവണമെന്ന്. എൻ്റെ മൊബൈൽ നമ്പർ എല്ലാവർക്കും അറിയാൻ പാടില്ലേ? എന്നെ ചീത്തയാക്കാൻ പറ്റുമെന്ന് നോക്ക്. ഒരു തരത്തിലും ഞാൻ ചീത്തയാവില്ല, രക്ഷയില്ല. കാരണം ഞാനൊരു ദൃഢനിശ്ചയം എടുത്തേക്കാണ്, ഇനി ഞാൻ ജീവിതത്തിൽ പിന്നോട്ടില്ല. ഈ നിഷ്ഠയുള്ളവന് മാത്രമേ ഈ പറയുന്ന ദേവലോകത്ത് പോകാൻ പറ്റുള്ളൂ. ഞാൻ നാളെ കഴിഞ്ഞ് നിർത്താമെന്ന് പറയുന്നവന് സ്കോപ്പില്ല. കാരണം അവൻ ഓൾറെഡി തീരുമാനിച്ചു ഈ നിമിഷമല്ല ഞാൻ ഡിസിഷൻ എടുക്കണമെന്ന്. നാളെ എന്ന് പറയുന്നത് പ്രഡിക്റ്റ് ചെയ്യാൻ കഴിവുള്ളവനാണ്. പിടികിട്ടിയോ? എനിക്ക് ഒരിക്കലും നാളെ അടുത്ത നിമിഷം എന്ന് എനിക്ക് പറയാൻ പറ്റില്ല. ഞാൻ ഈ നിമിഷമേ എനിക്ക് തീരുമാനം എടുക്കാൻ പറ്റുള്ളൂ. ഇപ്പം അടുത്ത നിമിഷം ഞാൻ ഉണ്ടോ എന്ന് പോലും എനിക്കറിയില്ല. അപ്പൊ പിന്നെ ഇങ്ങനെ ഞാൻ നാളെ കഴിഞ്ഞ് നിർത്താന്ന് പറയണത്? ഈ ഒരു സാധാരണക്കാരനായ ഒരു മനുഷ്യന് ഇത് സാധ്യമാവണമെന്നില്ല. അല്ല, സാധാരണക്കാരനും ഈ രീതിയിൽ ചിന്തിക്കാൻ പറ്റിയാലേ അവൻ ആ തലത്തിലേക്ക് ഉയരാൻ പറ്റുള്ളൂ എന്നാണ് ഞാൻ പറയണത്. ഇപ്പം എന്നെ ഇവിടെ ഷൂട്ട് ചെയ്യണം, ഇവർ പറയണം നാളെ ഞാൻ ലേറ്റായിട്ട് വരാം, മതിയോന്ന് ചോദിച്ചാലോ? പോരാ, ഇപ്പോഴാണ് ഷൂട്ട് ചെയ്യേണ്ടത്, ഇപ്പോഴാണ് എനിക്ക് ലേറ്റ് വേണ്ടത്, ഇപ്പോഴാണ് സംവിധാനം വേണ്ടത്, ഈ നിമിഷം. അപ്പം ഞാനീ പറയുന്ന നിമിഷം ആ വ്യക്തി കേട്ടു, ആ വ്യക്തി ഇപ്പം തീരുമാനിക്കുകയാണ് ഞാൻ നിർത്തിയെന്ന്. ആ വ്യക്തിക്ക് 5 ദിവസത്തിനുള്ളിൽ പറയുന്ന സ്ഥലം ഞാൻ കാണിച്ചു കൊടുക്കാം. പക്ഷെ ഒരാൾ തീരുമാനിക്കുകയാണ് ഞാൻ ഒരു 1.5 മാസം കൂടി കഴിഞ്ഞിട്ട് ആലോചിച്ചിട്ട് നിർത്താമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ വാക്കിനെ അയാൾ അംഗീകരിച്ചിട്ടില്ല. അപ്പോൾ അയാൾ തീരുമാനിച്ചേക്കാണ് 1.5 വർഷം ഞാൻ ജീവിച്ചിരിക്കും, 1.5 വർഷം കഴിഞ്ഞിട്ട് ഞാൻ പതുക്കെ മാറ്റാമെന്ന് തീരുമാനിച്ചേക്കാണ്. അപ്പോൾ പ്രപഞ്ചം എന്ത് തീരുമാനിക്കും? ഇവനെത്ര വലിയ ഗർവല്ലേ, നടക്കട്ടെ, ഒരു 2.5 വർഷം കഴിഞ്ഞിട്ട് അവന് ഞാൻ അനുഭവം കൊടുക്കണുള്ളൂ. അപ്പോൾ 1.5 വർഷവും 2 മാസവും കഴിയുമ്പോൾ അവൻ വീണ്ടും എന്തെങ്കിലും തെറ്റ് ചെയ്യും. അവൻ എന്ത് തെറ്റ് ചെയ്യുന്നുള്ള പ്രപഞ്ചത്തിന് നേരത്തെ അറിയാം. ആ തെറ്റിനനുസരിച്ച് അവന് ആ കിട്ടാൻ പോകുന്ന പരമതത്തിന് മുമ്പായിട്ട് ഷോർട്ട് കട്ടിൽ കൂടെ വേറെ വഴിക്കൂടെ കടത്തി വിടും. അപ്പോൾ അവൻ അങ്ങോട്ട് ചെല്ലൂല. ഇപ്പോൾ എനിക്ക് ഇവിടുന്ന് ബാംഗ്ലൂർ പോകണമെങ്കിൽ റോഡ് വഴിക്ക് പോകാം, ബസ് വഴിക്ക് പോകാം, സൈക്കിളെ പോകാം, നടന്ന് പോകാം, ഫ്ലൈറ്റിന് പോകാം. ഞാൻ നിങ്ങളോട് പറയണത് എൻ്റെ ഫ്ലൈറ്റ് അവിടെ കിടപ്പുണ്ട്, ഞാൻ ബാംഗ്ലൂർക്ക് പോവാം. ഇപ്പം വന്നാൽ ഞാൻ ബാംഗ്ലൂർക്കാണ് പോകണേ, എൻ്റെ കൂടെ പോരാം, ഞാൻ ബാംഗ്ലൂർ ഇറക്കി വിട്ടേക്കാം, പൈസ ഒന്നും വേണ്ട, നിങ്ങൾ ഇപ്പം കയറിക്കോ, 5 മിനിറ്റ് കൊണ്ട് ഞാൻ ബാംഗ്ലൂർ ചെല്ലുമെന്ന് പറയും. ഇല്ലേ കുറിച്ച് ഞാൻ നാളെ കഴിഞ്ഞ് വരാം. ഉത്തരം ക്ലിയർ ആയില്ലേ? വണ്ടിയിൽ കേട്ടില്ല, അത് തന്നെ സിമ്പിളാണ്. നമസ്കാരം ഗുരുജി. നമസ്കാരം ഗുരുജി. എൻ്റെ പേര് രേഷ്മ. ഞാൻ SMS മെഡിറ്റേഷൻ ചെയ്യുന്ന ആളല്ല, പക്ഷെ അതിലേക്ക് വരാൻ താല്പര്യപ്പെടുന്ന വ്യക്തിയാണ്. എൻ്റെ സംശയം, ആത്മീയ ജ്ഞാനം, ആത്മീയ സുഖം, ബ്രഹ്മജ്ഞാനം, ഈ 3 സാധ്യതകൾ ആത്മീയതയിൽ വന്നാൽ ഉണ്ടാവും എന്നാണ് പറയുന്നത്.
അപ്പോൾ ആത്മീയജ്ഞാനം ഉള്ള ഒരു വ്യക്തിക്ക് ബ്രഹ്മജ്ഞാനം എങ്ങനെയാണ് സാധ്യമാകുന്നത്? അങ്ങനെ ആത്മജ്ഞാനമുള്ള എല്ലാ വ്യക്തികൾക്കും ബ്രഹ്മജ്ഞാനത്തിലേക്ക് എത്താൻ കഴിയുമോ? ബ്രഹ്മജ്ഞാനം എന്ന് പറയുന്നത് ഏറ്റവും പരമോന്നതമായിട്ടുള്ള തലമാണ്. ബ്രഹ്മജ്ഞാനം, ബ്രഹ്മം, പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു കിടക്കുന്ന ആ അറിവിന് ഒരു ക്ഷണം കൊണ്ട് നമ്മുടെ ഉള്ളിൽ എത്തിച്ചേരുകയാണ്. പിന്നീട് നമ്മൾ നിരന്തരമായിട്ടുള്ള, ഇപ്പം ഞാൻ നിങ്ങളോട് പറയാം, ഒരു കുപ്പി പാലിങ്ങനെ എടുത്ത് കാണിക്കുകയാണ്. ഒരു കുപ്പി പാലിങ്ങനെ എടുത്ത് കാണിച്ചിട്ട് നിങ്ങൾ പാല് കണ്ടിട്ടില്ല. ഞാൻ പറയാണ് ഇതിൽ നിന്നാണ് വെണ്ണയും മോരും തൈരും പാലും ഉണ്ടാവണമെന്ന്. ചുമ്മാ തള്ളുകയായി പുള്ളി. മോരിന് പുളി, തൈരിന് വേറെ എന്തോ രുചി, ഇതൊന്നും സാധ്യമാവില്ല എന്ന്. എന്നിട്ട് ഞാൻ നിങ്ങളെ ആ പ്രോസസ്സിൽ കൂടെ കടത്തിക്കൊണ്ട് പോവാണ്. പാലിനകത്ത് വെണ്ണയും മോരും തൈരും ഈ പറഞ്ഞ എല്ലാം ഒളിഞ്ഞിരിപ്പുണ്ട്. അതാണ് ബ്രഹ്മജ്ഞാനം. അതിനെ തിരിച്ചെടുക്കേണ്ട വിധം അറിയാമെങ്കിൽ അവൻ ബ്രഹ്മജ്ഞാനിയായി. ആത്മാനുഭവം എന്ന് പറയുന്നത്, ആദ്യം ചോദിച്ച ചോദ്യം ആത്മസുഖം അല്ലേ? ആത്മസുഖം എന്ന് പറയുന്നത്, ഇപ്പം നിങ്ങളൊക്കെ ഒരു സുഖം അനുഭവിക്കണില്ലേ? ഇല്ലേ? എത്ര ടെൻഷനുള്ളവനും ഇപ്പം ഇരിക്കുമ്പോൾ ഒരു സുഖം അനുഭവിക്കണില്ലേ? ഇതാണ് സുഖം. ഇതിന് പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല. ദുഃഖമുണ്ടെങ്കിൽ നമുക്ക് സുഖമില്ല. ദുഃഖങ്ങൾ അനേകമുണ്ട് പറയാൻ. എനിക്ക് ആ ദുഃഖമുണ്ട്, ഈ പൈസ ഇല്ലാത്ത ദുഃഖമുണ്ട്, ഭർത്താവ് മരിച്ചുപോയി, ഭർത്താവ് കള്ളുടിയനാണ്, ഇങ്ങനെ അനേക ദുഃഖങ്ങളുണ്ട്. സുഖം ഒന്നേ ഉള്ളൂ. ആഹാ, സുഖം 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 സുഖം. സിനിമയുടെ കാര്യം പറഞ്ഞോണ, എൻ്റർടൈൻമെൻറ്റ്. ഇതാണ് സിനിമ. അതുപോലെ തന്നെയാണ് സുഖം. ഇതൊരു ആത്മസുഖമാണ് ഇപ്പം അനുഭവിക്കുന്നത്. ഇത് സ്ഥിരമായിട്ട് കിട്ടുന്നൊരവസ്ഥയുണ്ട്. നിങ്ങൾ മെഡിറ്റേഷനിലൂടെ കടന്ന് നിങ്ങൾക്ക് ഈ പറയുന്ന കോംപ്ലിക്കേറ്റഡ് മെമ്മറിയൊക്കെ പോയി കഴിയുമ്പോൾ, ഭർത്താവ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും, അവിടെ മരിച്ചാലും മരിച്ചില്ലെങ്കിലും, പൈസ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഒക്കെ നിങ്ങൾക്ക് ഒരേ സുഖത്തിൽ അങ്ങ് ജീവിക്കാം. ഇതൊന്നും നിങ്ങളെ ബാധിക്കില്ല. ഇതാണ് ആത്മസുഖം. ആത്മജ്ഞാനം എന്ന് പറയുന്നത് ആത്മാവിനെ കുറിച്ചിട്ടുള്ള ഒരു ജ്ഞാനം കിട്ടുകയാണ്. അതിനേക്കാൾ ഉയർന്നതാണ് ബ്രഹ്മജ്ഞാനം എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ബ്രഹ്മജ്ഞാനിക്ക് ഇതെല്ലാം അറിയാൻ പറ്റും. ആത്മസുഖം അനുഭവിക്കുന്നതിന് ഇതൊന്നും അറിയാൻ പറ്റില്ല.